ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സിവിൽ എഞ്ചിനീയറിംഗ് അപ്ഡേറ്റഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RCCയുടെ പാർട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ട് നോക്കിയിരുന്നു ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെയും എസ്റ്റിമേഷൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് സെക്കൻഡ് പാർട്ട് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ RCCയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ എന്താണ്? In an RCC section of effective depth D, if the vertical stirrup are provided to resist shear, their maximum spacing measured along the axis of the member as per IS 456-2000 should not exceed 0.25 D ആണോ, 0.5 D ആണോ, 0.75 D ആണോ, ഓർ 1 D ആണോ? ഏതാണ് സ്റ്റാൻഡേർഡ് ആൻസർ ആണ്. ഓക്കെ, ഇത് നമ്മൾ കോഡ് റിഫർ ചെയ്തിട്ടാണ് നമ്മൾ കോഡിൽ വാല്യൂ. RCC ഈസ് ഓൾ അബൌട്ട് കോഡ് വാല്യൂ. നമ്മൾ കോഡ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. കോഡ്സിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഓൾമോസ്റ്റ് എല്ലാം ചോദിക്കുന്നത്. സോ കോഡിൽ വാല്യൂ ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 0.75 D ആണ്. ഓക്കെ, ഇത് കോഡൽ വാല്യൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് tau v is the nominal shear stress, tau c is the design shear stress of concrete, tau c max is the maximum design shear strength of concrete, which of the following statement is correct? ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിനെ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതായിരുന്നു. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് 4 ടൈപ്സ് എന്തൊക്കെയാണെന്ന്, 4 സ്റ്റേജസ് ഏതൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേജസിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓഫ് RCCയിൽ നോക്കിയിരുന്നു. ഇന്ന് ലൈറ്റായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, tau vയുടെ വാല്യൂ tau cനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? നമ്മൾ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ഓക്കെ, tau vയുടെ വാല്യൂ tau cനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. അതേപോലെ tau vയുടെ വാല്യൂ ലെസ് ദാൻ 0.5 tau c ആണെങ്കിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ tau vയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ദാൻ tau c, tau vയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ഓക്കെ, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ഏത് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്? വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അതേപോലെ tau vയുടെ വാല്യൂ tau c മാക്സിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ, tau c മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര കോൺക്രീറ്റിന് ബിയർ ചെയ്യാൻ പറ്റും, tau c മാക്സിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? റീഡിസൈൻ ചെയ്യണം. ഓക്കെ, നമ്മൾ റീഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റ് കൂട്ടണം, ഗ്രേഡ് ടു ബി ഇൻക്രീസ്ഡ്. ഓക്കെ, സോ ഇതാണ് 4 സ്റ്റേജ്. എക്സാംസിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് റീഡ് ചെയ്യാം. ഇഫ് tau v ഈസ് ഗ്രേറ്റർ ദാൻ tau c, ദ സെക്ഷൻ ഈസ് ടു ബി ഡിസൈൻഡ് ഫോർ ഷിയർ. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, തെറ്റാണോ? അല്ലേ? നെക്സ്റ്റ്, ഇഫ് tau v ഈസ് ഗ്രേറ്റർ ദാൻ tau c മാക്സ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ടു ബി പ്രൊവൈഡ്. മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ആണോ? അതിൻ്റെ ആൻസർ അല്ല. റീഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റ് കൂട്ടണം. അപ്പം ഇതും തെറ്റാണ്. ഓക്കെ, ഈ ഓപ്ഷനും തെറ്റാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് tau v ഈസ് ലെസ് ദാൻ tau c, മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ടു ബി പ്രൊവൈഡഡ്. അത് ശരിയാണോ? സോ അത് നമുക്ക് നോക്കാം. മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, അതെ ശരിയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇതും ശരിയാണ്. ഓക്കെ, ഇതാണ് ശരി ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. tau v ഈസ് ഗ്രേറ്റർ ദാൻ tau c, മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ്. tau v ഈസ് ഗ്രേറ്റർ ദാൻ tau c എവിടെയാണ്? ഇതാണ്. tau v ഈസ് ഗ്രേറ്റർ ദാൻ tau c യിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ല, നമ്മൾ വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഓക്കെ, ഇതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എത്ര ഇക്വലൻസ് കൊടുക്കണം അത് നമ്മൾ നോക്കിയായിരുന്നു. tau v മൈനസ് tau c എത്ര ഇക്വലൻ്റ് ആണോ അത്രയും റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ C ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ഇഫ് ദ കോൺക്രീറ്റ് ഈസ് സ്ട്രെസ്ഡ് ടു ദ അലവബിൾ in a singly reinforced beam, if the concrete is stressed to its allowable limit earlier than steel, the section is said to be economical section ആണോ, over reinforced section ആണോ, or balanced section ആണോ, or under reinforced section ആണോ? ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ബീമിനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, if the concrete is stressed to its allowable limit, കോൺക്രീറ്റ് സ്ട്രെസ് ചെയ്ത് allowable limit earlier than steel, അപ്പോൾ കോൺക്രീറ്റ് ആദ്യം ഫെയിൽ ആവും ആസ് കമ്പയർഡ് ടു സ്റ്റീൽ. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റ് ആദ്യം ഫെയിൽ ആവും ആസ് കമ്പയർഡ് ടു സ്റ്റീൽ. ഓക്കെ, കോൺക്രീറ്റ് ആദ്യം ഫെയിൽ ആവും ആസ് കമ്പയർഡ് ടു സ്റ്റീൽ. അപ്പോൾ നമ്മൾ ഏത് റീഇൻഫോഴ്സ്മെൻറ്റ്? അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? സ്റ്റീൽ അതിൽ കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സ്റ്റീൽ ഫെയിൽ ആവാത്തത്. അപ്പോൾ സ്റ്റീൽ അതിൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കാൻ എന്താണ്? ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനാണ്, നമ്മുടെ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കോൺക്രീറ്റ് ആദ്യം ഫെയിൽ ആവുന്നത് ആസ് കമ്പയർഡ് ടു, അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണ് ആദ്യം സ്ട്രെസ് ആവുന്നത് ആസ് കമ്പയർഡ് ടു സ്റ്റീൽ.
ഇൻ കേസ് ഇത് അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആയിരുന്നെങ്കിൽ ആദ്യം സ്റ്റീൽ ഫെയിൽ ആയനെ. ഓക്കെ, അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആയിരുന്നെങ്കിൽ ആദ്യം സ്റ്റീൽ ഫെയിൽ ആയനെ ആസ് കമ്പയർഡ് ടു കോൺക്രീറ്റ്. ഓക്കെ, ആദ്യം സ്റ്റീൽ ഫെയിൽ ആയനെ ആസ് കമ്പയർഡ് ടു കോൺക്രീറ്റ്. അതൊരു അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ സ്റ്റീലിന് ആദ്യം കോൺക്രീറ്റ് ആദ്യം ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് സ്റ്റീൽ അതിൻ്റെ ക്വാണ്ടിറ്റി സ്റ്റീലിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൂടുതലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അത് ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഇതിലേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരുന്നത്. ഷിയർ ക്രാക്ക് സ്റ്റാർട്ട് due to high diagonal tension in case of beam with their webs and high pre-stressing force. Okay, first statement ആണ് correct. Or shear design for pre-stressed concrete beam is based on elastic theory. ഇതാണ് correct. Or in the zone where bending moment is dominant and the shear is insignificant, cracks occur at 20 to 30 degree ആണോ? Or after diagonal cracking the mechanics of shear transfer in the pre-stressed concrete member is very much different from that in the reinforced concrete member. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ നമുക്ക് ഒന്നൊന്നായിട്ട് എല്ലാം നോക്കാം. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇമാജിൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്താണ്? ഷിയർ ക്രാക്ക് സ്റ്റാർട്ട് ഡ്യൂ ടു ഡയഗണൽ ടെൻഷൻ ഇൻ കേസ് ഓഫ് ബീം വിത്ത് ദ വെബ്സ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വരെ കറക്റ്റാണ്. ഓക്കെ, നമ്മൾ ഷിയർ ക്രാക്സ് എങ്ങനെയാണ്? ഡയഗണൽ ടെൻഷൻ ഇൻ കേസ് ഓഫ് ബീം വിത്ത് ദെയർ വെബ്സ് ആണ് ഡയഗണൽ ഷിയർ ക്രാക്സ് ഉണ്ടാകുന്നത്. സോ ഡയഗണലിലാണ് ഷിയർ ക്രാക്സ് ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് ഹൈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. സോ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇവർ പറയുന്നത് നമ്മൾ ക്രാക്ക് ഉണ്ടാവുന്നത്, ഷിയർ ക്രാക്ക് ഉണ്ടാവുന്നത് ഡയഗണൽ ടെൻഷൻ ഇൻ ദ ബീം ഡെവലപ്പ് ചെയ്തതുകൊണ്ടാണ് ക്രാക്ക് ഉണ്ടാകുന്നത്. ആൻഡ് ഹൈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണമാണ് ഷിയർ ക്രാക്ക് ഉണ്ടാവുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലി അറിയാം പ്രീ സ്ട്രെസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? പ്രീ സ്ട്രെസ് സെക്ഷനിൽ നമ്മുടെ ഷിയർ ഫെയിലിയർ ഉണ്ടാവത്തില്ല, അല്ലേ? അല്ലെങ്കിൽ ഷിയർ ഫെയിലിയർ കുറവായിരിക്കും, ഷിയർ ക്രാക്സ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്രീ സ്ട്രെസ്സിങ് മെമ്പർ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം നമ്മുടെ ഷിയർ ക്രാക്സ് ഡെവലപ്പ് ആകത്തില്ല, അല്ലെങ്കിൽ ഷിയർ ക്രാക്സ് കുറവായിരിക്കും. ഓക്കെ, അതാണ് ഇത് രണ്ടും ഒരു റിവേഴ്സ് എന്താ പറയുക റിവേഴ്സാണ്. ഓക്കെ, ഇതിൻ്റെ റീസൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഹൈ സ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഹൈ സ്ട്രെസ്സിങ് ഫോഴ്സ് ഏതെങ്കിലും സെക്ഷനിലുണ്ടെങ്കിൽ അവിടെ ഷിയർ ക്രാക്സ് ഡെവലപ്പ് ആവത്തില്ല. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റും കമ്പയർ ചെയ്യുമ്പോൾ തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അത് ഹൈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൽ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യത്തില്ല ഷിയർ ക്രാക്സ് ഡെവലപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഒരിക്കലും നമ്മുടെ ഹൈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ്. ഓക്കെ, ഹൈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണെങ്കിൽ ഷിയർ ക്രാക്സിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഹൈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷിയർ ക്രാക്സ് ഉണ്ടാവത്തില്ല അതിൽ. ഓക്കെ, ഷിയർ ക്രാക്സ് ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മുടെ ക്വസ്റ്റനിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഷിയർ ക്രാക്സ് ഡെവലപ്പ് ആകുന്നത് ഹൈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം എന്നാണ് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. ഷിയർ ഡിസൈൻ ഫോർ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബീം ഈസ് ബേസ്ഡ് ഓൺ ഇലാസ്റ്റിക് തിയറി. ഇത് ഇലാസ്റ്റിക് തിയറിയിൽ തന്നെയാണ് ബേസ് ആയിട്ടുള്ളത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. in the zone where the bending moment is dominant, bending moment കൂടുതലായ പ്ലേസിൽ and the shear is insignificant, crack occurs at 20 to 30 degree. സോ ഇതിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്രാക്സ് ഒക്കെ ആവുന്നത്. ഓക്കെ, നമ്മുടെ ഒരു ബീമിൻ്റെ ഒരു സെക്ഷൻ എടുക്കാം. ഓക്കെ, ഒരു സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിൽ ബെൻഡിങ് മൂവ്മെൻറ്റ് ആകുമ്പോൾ എങ്ങനെയാണ്, ഷിയർ ഫോഴ്സ് ആകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ബീം സെക്ഷൻ. ഓക്കെ, ഇതിൽ ലോഡ് അപ്ലൈ ആവുകയാണ് ടോപ്പിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൂവ്മെൻറ്റ് എവിടെ ആയിരിക്കും? മാക്സിമം സെൻറ്ററിലായിരിക്കും. അല്ലെങ്കിൽ എവിടെയാണ് ലോഡ് അവിടെ ആയിരിക്കും മാക്സിമം. സോ ഇങ്ങനത്തെ ഒരു പ്രൊഫൈലായിരിക്കും ഇത് വരയ്ക്കുന്നത്. ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രാമാണ്. ഓക്കെ, അതേപോലെ ഷിയറിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ഷിയറിൻ്റെ വാല്യൂ ഇങ്ങനെയായിരിക്കും. എവിടെയാണോ ലോഡ് അപ്ലൈ ആവുന്നത് അവിടെ കുറവായിരിക്കും. ഓക്കെ, ഷിയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഇവിടെയാണ് ലോഡ് അപ്ലൈ ആവുന്നത് അവിടെ കുറവായിരിക്കും. ഓക്കെ, ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇത് ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ഇൻ ദ സോൺ വെയർ ബെൻഡിങ് മൂവ്മെൻറ്റ് ഈസ് മാക്സിമം. ബെൻഡിങ് മൂവ്മെൻറ്റ് മാക്സിമം ആയ സ്ഥലം, അതായത് എവിടെ സോണാണ്? സെൻറ്റർ സോൺ. ഓക്കെ, ഇവിടെ മാക്സിമം ആവുമ്പോൾ നമ്മുടെ ക്രാക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്?
the dominant, so maximum, and the shear is insignificant. shear എന്താണ് ഇവിടെ കുറവാണ് അല്ലേ, കണ്ടോ ഈ സെക്ഷനിൽ കുറവാണ്. അതേപോലെ bending moment maximum ആണ്. ഓക്കെ, bending moment is dominant and shear force is insignificant. cracks occur at 20 to 30 degree. അപ്പോൾ cracks എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. cracks 90 ഡിഗ്രിയിലാണ് ഉണ്ടാവുന്നത് അല്ലേ, 90 ഡിഗ്രിയിലാണ് ക്രാക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇവിടെ പറഞ്ഞിരുന്നത് 20 to 30 ഡിഗ്രി എന്നാണ്. അപ്പോൾ 90 ഡിഗ്രിയിലാണ് ക്രാക്സ് ഉണ്ടാവുന്നത്. ഓക്കെ, 90 ഡിഗ്രിയിലാണ് ക്രാക്സ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഈ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്നത് 20 to 30 ഡിഗ്രിയാണ്. സോ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്, ഇത് ശരിയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആഫ്റ്റർ ഡയഗണൽ ക്രാക്കിംഗ് after diagonal cracking, the mechanics of shear transfer in pre-stressed concrete member is very much different from that of reinforced concrete member. അപ്പോൾ ഇവിടെ ഒരു വേർഡിലാണ് വ്യത്യാസമായത്, കണ്ടോ ഇവിടെ ഒരു വേർഡ്, ഇത് ഈ ഒരു ഡിഫറെൻറ്റ് മാറ്റി ഇവിടെ സെയിം ആയിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിരുന്നു തന്നെ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഡിഫറെൻറ്റ് മാറി സെയിം. ഇപ്പോൾ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ക്രാക്ക് ഒന്നും ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ചാണ് ഡെവലപ്പ് ആവുന്നത് അല്ലേ, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എന്താണ് പറയുന്നത്, ഡയഗണൽ ക്രാക്കിംഗ് of the shear transfer is pre-stressed. After diagonal cracking, the mechanics of shear transfer in the pre-stressed concrete member is very much different from the reinforced concrete member. So reinforced നമ്മുടെ രണ്ട് എക്സാമ്പിൾ നോക്കാം. ഒന്ന് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് മെമ്പർ ആണ്. ഓക്കെ, റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് മെമ്പർ ആണ്. ഓക്കെ, ഒന്ന് പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് മെമ്പർ ആണ്. ഓക്കെ, പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് മെമ്പർ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഷിയർ ക്രാക്സ് ഉണ്ടാവത്തില്ല. സോ ഞാൻ ചുമ്മാ ഇങ്ങനെ റിപ്രസൻറ്റേഷന് വേണ്ടിയാണ് കാണിക്കുന്നത്. സോ ക്രാക്സ് ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പോലും നമ്മൾ ക്രാക്സ് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ RCC അല്ലെങ്കിൽ റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റും പ്രീസ്ട്രെസ്സും തമ്മിൽ എന്ത് ഡിഫറൻസാണ് ഉള്ളത്, രണ്ടും ഒരു ഡിഫറൻസും ഇല്ല. സോ ഇതിൽ നമ്മൾ പ്രീസ്ട്രെസ് എന്തിനാണ് ഡെവലപ്പ് ചെയ്തത്, ക്രാക്ക് ഉണ്ടാവാതിരിക്കും. അതിൽ തന്നെ ക്രാക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇത് രണ്ടും ഇക്വലൻ്റ് ആയിരിക്കും. അതായത് ദിസ് PCC സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ PCC മെമ്പർ എന്ന് പറഞ്ഞാൽ ഈസ് ഇക്വലൻ്റ് ടു RCC ആയിരിക്കും. അത് റെയിൻഫോഴ്സ്ഡ് അല്ലെങ്കിൽ റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ ഇക്വലൻ്റ് ആയിരിക്കും. അത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതിൽ നമ്മൾ ടെൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇതിൽ പ്രീസ്ട്രെസ്സിൽ എങ്ങനെയാണ്, പ്രീസ്ട്രെസ് കോൺക്രീറ്റിൽ നമ്മൾ ടെൻഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രാക്സ് ഉണ്ടാവാതിരിക്കാനാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇൻ കേസ് അതിൽ തന്നെ ക്രാക്ക് വരുവാണെങ്കിൽ അത് ഇക്വലൻ്റ് ടു RCC ആണ്. ഓക്കെ, അപ്പോൾ ഈസ് ദാറ്റ് ഓഫ് സെയിം. ഓക്കെ, അപ്പോൾ ഈസ് വെരി മച്ച് സെയിം. ഇവിടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആണെങ്കിൽ ഓപ്ഷൻ ഇത് ശരിയായിരുന്നു. പക്ഷേ ഇൻ കേസ് അതിൽ ഡിഫറെൻ്റ് ആണ് തന്നെങ്കിൽ സോ ഈ ഓപ്ഷനും തെറ്റാണ്. സോ ഇത് തെറ്റാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പ്ലീസ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇൻ കേസ് എനി ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഷിയർ സ്പാൻ ഈസ് ഡിഫൈൻഡ് ആസ് എ സോൺ വെയർ, ഷിയർ സ്പാൻ ഇത് ഓൾറെഡി നോക്കിയതായിരുന്നു. സോ നമ്മൾ ഷിയർ സ്പാൻ്റെ ആ ഡയഗ്രാം മാത്രം ഞാൻ വരയ്ക്കാം. ഇത് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയതായിരുന്നു. ഓക്കെ, ഇൻ കേസ് ഓഫ് ലോഡിങ് ആകുമ്പോൾ എങ്ങനെയായിരുന്നു, എന്തായാലും ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മളെ ഇവിടെയാണ് ലോഡ് അപ്ലൈ ആവുന്നത്. ഓക്കെ, ഇവിടെ മേളിൽ നിന്ന് ലോഡ് അപ്ലൈ ആവുന്നുണ്ട്, ഇവിടെ മേളിൽ നിന്ന് ലോഡ് അപ്ലൈ ആവുന്നുണ്ട്. അതേപോലെ ഇതാണ് സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഫൈൽ. സോ ഇപ്പം ഓൾറെഡി കാണുന്നതാണെങ്കിൽ അത് റിവൈസ് ആവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ ഷിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സെക്ഷൻ നമ്മൾ ഷിയർ സ്പാൻ എന്ന് പറയും. അവിടെ നമ്മൾ എവിടെയാണ് വാല്യൂ ഇക്വലൻ്റ് ഷിയർ ഫോഴ്സ് ഷിയർ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആകുന്ന പ്ലേസിലാണ് നമ്മുടെ ഷിയർ സ്പാൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആൻസർ C. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ നോക്കിയതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മിനിമം പെർസെൻറ്റേജ് ഓഫ് ഷിയർ റെയിൻഫോഴ്സ്ഡ് ഇൻ RCC ബീം ഈസ് 0.85/FY, 0.44, 40 SP/FY/D. ഓക്കെ, സോ ഇതിൻ്റെ മിനിമം റെയിൻഫോഴ്സ്മെൻറ്റിന് നമ്മൾ കണ്ടീഷൻ നോക്കാം. ഓക്കെ, A by B into SV. Okay, is equal to 0.4/0.87 0.4/0.87 FY. ഓക്കെ, ഇത് നമ്മുടെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ B equivalent to 0.4
SP by 0.87 FY. ഓക്കെ, ഇതിൽ നമ്മൾ ഡിനെ രണ്ട് സൈഡിലും നമ്മൾ ഡിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താവും റിസൾട്ട്? സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. അതിൽ നമ്മൾ കൂടുതലോട് ഇക്വലൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താവും വാല്യൂ? 45 പോയിൻറ്റ് സംതിങ് കിട്ടും, 45.53 സംതിങ് കിട്ടും. ഓക്കെ, ഇൻറ്റു SV ബൈ FY ഇൻറ്റു ഡി. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇനി ഇതിൽ ഏതാണ് കറക്റ്റ് ക്ലോസ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരു ആൻസറിൽ നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, സോ അതിൽ നമ്മുടെ 1.15 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. ഓക്കെ, സോ അത് കൺസിഡർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ നമുക്ക് അതൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ഡയറക്റ്റ് ഇതിന് ക്ലോസസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കിയാൽ മതി. സോ ഇതിൻ്റെ ക്ലോസസ്റ്റ് ഏതാണ്? ഡി ഓപ്ഷനാണ് ഇതിൻ്റെ ക്ലോസസ്റ്റ്. ഓക്കെ, അതിനെ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The design shear stress in reinforced cement concrete depends on design shear stress ഏതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിലാണോ അതോ പെർസെൻറ്റേജ് ഓഫ് ലോങ്കിറ്റ്യൂഡിനൽ ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റിലാണോ അതോ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീലിലാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓർ സി ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ കറക്റ്റ് ഓപ്ഷൻ? സോ ഇതിൽ നമ്മുടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺക്രീറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിപ്പെൻഡ് ചെയ്യും, ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ലോങ്കിറ്റ്യൂഡിനൽ ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റ് ഇതിലും ഡിപ്പെൻഡ് ചെയ്യും. സോ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഡി ഓപ്ഷൻ, അതായത് ബോത്ത് ഓപ്ഷൻസ് ആർ കറക്റ്റ്, ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ഓക്കെ, സോ എയും ബിയും കറക്റ്റാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ റീൻഫോഴ്സ്മെൻറ്റ് കോൺക്രീറ്റിനെ ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റിൽ ഡിപ്പെൻഡ് ചെയ്യും, ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ലോങ്കിറ്റ്യൂഡിനൽ ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റിലും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് അപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയേണ്ടത്? The bent up bars at a support resist the negative bending moment. The bent up bars at the support resist the shear force. The bending of bars near support is generally 45 degrees. Okay, so 45 degree, all the options are correct. So ഇതിൽ നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു, എന്നാലും ലൈറ്റായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിൽ നമ്മൾ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ബെൻറ്റപ്പ് ബാറിൻ്റെ സെക്ഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു. ഇതിൻ്റെ നമ്മുടെ റിവേഴ്സൽ ഓഫ് ലോഡിനെ പറ്റി നോക്കിയായിരുന്നു അല്ലേ? റിവേഴ്സൽ ഓഫ് ലോഡിനെ പറ്റി നോക്കിയായിരുന്നു. ഓക്കെ, സോ ബെൻറ്റപ്പ് ബാർ മെയിൻലി എന്തിനാണ് ഡിസൈൻ ചെയ്യുന്നത്? നമ്മുടെ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബെൻറ്റപ്പ് ബാർ ജനറലി കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റേയും റെസിസ്റ്റ് ചെയ്യും. നെഗറ്റീവ് ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിവേഴ്സൽ ഓഫ് ദ ലോഡ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയും റെസിസ്റ്റ് ചെയ്യും. സോ ഓൾറെഡി ഞാൻ ഫസ്റ്റ് പാർട്ട് ഓഫ് എസ്റ്റിമേഷൻ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് കാരണം ലൈറ്റായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. റിവേഴ്സൽ ഓഫ് ലോഡിനെയും പ്ലസ് നെഗറ്റീവ് ബെൻഡിങ്ങിനെയും ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബെൻഡിങ് ബാർ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബെൻറ്റപ്പ് ബാർസ് at the support resist the shear. So obviously ഷിയറിന് വേണ്ടി നമ്മൾ ബെൻറ്റപ്പ് ബാർ കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ബെൻറ്റപ്പ് ബാർ കൊടുക്കും. അതേപോലെ ബെൻഡിങ് ഓഫ് ബാർസ് നിയർ സപ്പോർട്ട് ഈസ് ജനറലി 45 ഡിഗ്രി. സോ നിയർ ദ സപ്പോർട്ട് ഈസ് ജനറലി 45 ഡിഗ്രി. സോ ജനറലി നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് 45 ഡിഗ്രിയാണ്. ഓക്കെ, ഇതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ജനറലി 45 ഡിഗ്രിയാണ്. ഓക്കെ, സോ ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, ഇതും കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. സോ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്പേസിംഗ് ഓഫ് സ്റ്റിറപ്പ് ഇൻ റെക്ടാങ്കുലർ ബീം സ്പേസിംഗ് ഓഫ് ദ സ്റ്റിറപ്പ് ഇൻ റെക്ടാങ്കുലർ ബീം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ത്രൂഔട്ട് ദ ലെങ്ത്, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കും സ്റ്റിറപ്പിൻ്റെ പേസിങ്, ഓർ ഡിക്രീസ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ ബീം, സെൻറ്ററിലോട്ട് പോകുമ്പോൾ ഡിക്രീസ് ചെയ്യുമോ, ഓർ ഇൻക്രീസ് അറ്റ് ദ എൻഡ്സിൽ ഇൻക്രീസ് ചെയ്യുമോ, ഓർ ഇൻക്രീസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ബീം. സോ നമ്മുടെ ഇതിൽ പഠിക്കേണ്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ആ ഡയഗ്രാം നമ്മൾ ഓൾറെഡി വരച്ച ഡയഗ്രാമിലൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ ഓപ്ഷൻ മാത്രം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഓൾറെഡി നമ്മൾ നോക്കിയത് ബീമിൻ്റെ സെക്ഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ റെക്ടാങ്കുലർ ബീമാണ്. ഓക്കെ,
റെക്ടാങ്കുലർ ബീം നമ്മൾ ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നോക്കിയായിരുന്നു ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം നോക്കിയത്. ഇപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാമാണ് നോക്കുന്നത്. ഓക്കെ, ഇൻ കേസ് ഇതിൻ്റെ സെൻറ്ററിലാണ് ലോഡിങ്. ഓക്കെ, സെൻറ്ററിലാണ് ലോഡിങ്ങിൽ ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ആയിരിക്കും. എവിടെയാണോ ലോഡിങ് അവിടെ മിനിമം ആയിരിക്കും ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കുറവാണ്. ഓക്കെ, ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കുറവാണ്, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ കൂടുതൽ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇപ്പോൾ നോക്കിയ ഡയഗ്രാമിൽ നമ്മൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെയാണ് കൂടുന്നത്. സോ ഇവിടെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കുറവാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കാം. നമ്മുടെ സ്പേസിംഗ് ഓഫ് സ്റ്റിറപ്പ് ഈസ് ഇൻ റെക്ടാങ്കുലർ ബീം. സോ നമ്മൾ സ്പേസിംഗ് കൊടുക്കുന്നത്, സ്റ്റിറപ്പിൻ്റെ സ്പേസിംഗ് കൊടുക്കുന്നത് റെക്ടാങ്കുലർ ബീമിൽ kept constant towards the length ആണോ, or decreased towards the center of the beam ആണോ, or increased at the ends ആണോ, or increased at the center ആണോ. സോ നമുക്ക് ഇവിടെ ഈ സെൻറ്ററിൽ നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്, നമ്മുടെ സ്റ്റിറപ്പ് ബീംസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതോ ആവശ്യമില്ലേ? സോ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ജനറലി നമ്മൾ സ്റ്റിറപ്പിൻ്റെ സ്പേസിംഗ് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ സ്പേസ് വിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, സ്പേസ് നമുക്ക് മാക്സിമം എത്ര കൊടുക്കാൻ പറ്റും? ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് മെയിൻ റീസൺ, നമ്മുടെ ഈ സ്റ്റിറപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിയർ ഫോഴ്സിൻ്റെ റെസിസ്റ്റ് ചെയ്യുന്ന വാല്യൂ വളരെ കുറവാണ്. ഇവിടെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ മിനിമം ആണ് അല്ലേ? ഇവിടെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ മിനിമം ആണ്. ഓക്കെ, ഇവിടെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ മിനിമം ആകുമ്പോൾ എന്താണ്, നമുക്ക് ഇവിടെ എത്ര സ്പേസ്, നമുക്ക് ഇവിടെ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും സ്റ്റിറപ്പിന്. ഓക്കെ, നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ എൻഡിൽ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കൂടുതലാണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ക്ലോസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതേ സൈഡിൽ ക്ലോസ് ആയിട്ട് കൊടുക്കേണ്ടി വരും സ്റ്റിറപ്സ്. ഓക്കെ, സോ നമ്മുടെ സെൻറ്ററിൽ വരുമ്പോൾ നമുക്ക് വാരി ചെയ്യാൻ പറ്റും, ഇൻക്രീസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ബീം. നമുക്ക് വാല്യൂ സ്പേസിങ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതേപോലെ സെൻറ്ററിൽ നമുക്ക് വാല്യൂസ് റെഡ്യൂസ് ചെയ്യണം സ്പേസിങ്ങിൻ്റെ. ഓക്കെ, സോ ഇതാണ് ജനറൽ കൺസിഡറേഷൻ. സോ ഇവിടെ നമ്മുടെ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ വളരെ മിനിമമാണ്. സോ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്താൽ മതി ആസ് കമ്പയർഡ് ടു ഫിക്സ്ഡ് സെൻറ്റർ അല്ലെങ്കിൽ എൻഡ്സ്. ഓക്കെ, സോ ഇനി നമുക്ക് ഓപ്ഷൻ റീഡ് ചെയ്യാം. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഇൻക്രീസ്ഡ് at the center of the beam. So spacing of the stirrup in rectangular beam increased at the center of the beam. Okay, so D ആണ് correct option. Okay, next option നോക്കാം. Pick up the incorrect statement from the following. ഇതിൽ ഏതാണ് incorrect statement എന്നാണ് നോക്കേണ്ടത്. The intensity of horizontal shear stress at the elemental part of the beam section is directly proportional to shear force ആണോ, ഏരിയ ഓഫ് ദ സെക്ഷൻ ആണോ, ഓർ ഡിസ്റ്റൻസ് ഓഫ് ദ CG ഓഫ് ദ ഏരിയ ഫ്രം ഇറ്റ്സ് ന്യൂട്രൽ ആക്സിസ് ആണോ, ഓർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബീം സെക്ഷൻ അബൌട്ട് ന്യൂട്രൽ ആക്സിസ് ആണോ. സോ ഇതിന് നമ്മൾ സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എലിമെൻ്റൽ പാർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എലിമെൻ്റൽ പാർട്ട്. ഓക്കെ, സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ന്യൂട്രൽ ആക്സിസ്. എലിമെൻ്റൽ പാർട്ട് എന്നാൽ നമുക്കിത് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ എലിമെൻ്റൽ പാർട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ CG. ഇതാണ് നമ്മുടെ CG. അപ്പോൾ നമ്മൾ Y ബാർ വെച്ച് റിപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടൗവിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഇൻറ്റു A ഇൻറ്റു Y ബാർ. ഓക്കെ, ആ ഏരിയ, ഇതാണ് ഏരിയ ഓഫ് ദ എലിമെൻ്റൽ പാർട്ട്. A ബൈ moment of inertia into depth. ഓക്കെ, moment of inertia into depth. സോ ഇതാണ് ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാൻ നോക്കാം. ഷിയർ ഫോഴ്സ് ഡിപ്പെൻഡ്, സോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എലിമെൻ്റൽ പാർട്ട്. ദ ഇൻറ്റൻസിറ്റി ഓഫ് ഹൊറിസോണ്ടൽ ഷിയർ സ്ട്രെസ് ഇൻ ദ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എലിമെൻ്റൽ പാർട്ട് ഓഫ് ദ ബീം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏതാണ്? ഷിയർ ഫോഴ്സ് ആണോ? അതെ, ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, ഇത് കറക്റ്റാണ്. ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരുന്നത്. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കേണ്ട ഇൻകറക്റ്റ് വാല്യൂ ആണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് കറക്റ്റ് ആണോ? അതെ. ഏരിയ ഓഫ് ദ സെക്ഷൻ കറക്റ്റ് ആണോ? ഏരിയ ഓഫ് സെക്ഷൻ അതെ കറക്റ്റ് ആണ്. ഡിസ്റ്റൻസ് ഓഫ് ദ CG ഓഫ് ദ ഏരിയ ഫ്രം ഇറ്റ്സ് ന്യൂട്രൽ ആക്സിസ്, അതും ശരിയാണ്, ഇതും ശരിയാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സെക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആണോ? അല്ല, ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, സോ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ D ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഓപ്ഷൻ D ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. സോ ഈ ഒരു ഫോർമുല നമ്മുടെ കൺസിഡർ ചെയ്താൽ മതി. ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡയമെൻഷൻ ഓഫ് ബീം നീഡ് ടു ബി ചേഞ്ച്ഡ് ഇഫ് ഷിയർ സ്ട്രെസ് ഈസ് മോർ ദാൻ. ഡയമെൻഷൻ ഓഫ് ദ ബീം ചേഞ്ച് ചെയ്യുവാണ്. നമ്മുടെ ടൗ വിയുടെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ടൗ വി എന്ന് പറയുന്നത് ടൗ സി മാക്സിനേക്കാളും കൂടുതലാണെങ്കിൽ അപ്പോഴാണ് നമ്മുടെ ഡയമെൻഷൻ ചേഞ്ച് ആവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഡയമെൻഷൻ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഒന്നെങ്കിൽ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മുടെ ഡയമെൻഷൻ ചേഞ്ച് ആവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റിനെ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, സോ അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് റീഡ് ചെയ്യാം. 5 kg/cm², 10 kg/cm², 15 kg/cm² ആൻഡ് 20 kg/cm. ഓക്കെ, സോ ഇതെല്ലാം നമ്മുടെ ടൗ വിയുടെ വാല്യൂസ് ആണ് തന്നിട്ടുള്ളത് ഓപ്ഷൻസ്. ഓക്കെ, നമുക്ക് ടൗ സിയുടെ വാല്യൂ നമുക്കറിയാം. ഓക്കെ, നമ്മുടെ ടൗ സിയുടെ വാല്യൂ ടാബുലർ വാല്യൂ ആണ്. അത് Nm/mm²ലാണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, M15 ഗ്രേഡ് കോൺക്രീറ്റ്, M20 ഗ്രേഡ് കോൺക്രീറ്റ് നമുക്ക് നോക്കിയാൽ മതി, ബിക്കോസ് അതാണ് നമ്മുടെ റേഞ്ച് ആവശ്യമുള്ളത്. പക്ഷേ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഏത് ഗ്രേഡാണ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമുക്ക് ഇതൊന്നും എടുക്കാം. ഓക്കെ, 1.6 ആണ് ഇതിൻ്റെ വാല്യൂ, 1.8 ആണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, സോ ഇതിൽ നമ്മുടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് വർക്കിംഗ് സ്റ്റേറ്റ് മെത്തേഡാണ്. അതേപോലെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ എന്ന് പറഞ്ഞാൽ M20 തൊട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആണെങ്കിൽ M20 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ അതിൻ്റെ വാല്യൂ 2.5 ആ റേഞ്ചിൽ വരും. ഓക്കെ, അതും ടാബുലർ വാല്യൂ ആണ്. ഓക്കെ, സോ ആ റേഞ്ചിലാണ് വരുന്നത്. സോ നമ്മൾ മിനിമം ഗ്രേഡ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ M20 ആണ് കൺസിഡർ ചെയ്യുന്നത്, ബട്ട് വർക്കിംഗ് സ്റ്റേറ്റ് മെത്തേഡിൽ M20 നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.6, 1.8 ഇത് നമ്മുടെ കോഡൽ വാല്യൂ ആണ്. ഓക്കെ, സോ ടൗ സി മാക്സിൻ്റെ വാല്യൂ ആണ് ഇത് Nm²ലാണ് ഇതിൻ്റെ വാല്യൂ, Nm/mm². ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് kg/mm² ആണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? 5 × 10/100. അപ്പോൾ നമ്മുടെ കൺവേർഷൻ ആയി. ഓക്കെ, അപ്പോൾ കൺവേർഷൻ ആകുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 0.5. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 0.5. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ 1, ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ 1.5, ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. ഓക്കെ, ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. ഇനി നമുക്ക് നമ്മുടെ കമ്പയർ ചെയ്യാം. ഇത് ടൗ വിയുടെ വാല്യൂ ആയിരുന്നു. ടൗ വിയുടെ വാല്യൂ ആണ്. ടൗ സി മാക്സിൻ്റെ വാല്യൂ ആണ് ഇത് രണ്ടും തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഡയമെൻഷൻ ഓഫ് ദ ബീം നീഡ് ടു ബി ചേഞ്ച്ഡ് ഇഫ് ദ ഷിയർ സ്ട്രെസ് ഈസ് മോർ ദാൻ. ഡയമെൻഷൻ എപ്പോഴാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഡയമെൻഷൻ? ടൗ വിയുടെ വാല്യൂ ടൗ സി മാക്സിനെക്കാട്ടിലും കൂടുമ്പോഴാണ് നമ്മുടെ വാല്യൂ ചേഞ്ച് ആവുന്നത്. അപ്പോൾ ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഗ്രേഡാണ് എടുക്കേണ്ടത്? 2 ഗ്രേഡ് എടുത്താലും അതിൻ്റെ മാക്സിമം വാല്യൂ ഏതെടുക്കണം? 1.8 എടുക്കണം, ബിക്കോസ് ഇതാണ് നമ്മുടെ മാക്സിമം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ 1.8ൻ്റെ വാല്യൂ, അതായത് റീഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 0.5 ആണെങ്കിൽ റീഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. 1 ആണെങ്കിൽ റീഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 1.5 ആണെങ്കിൽ റീഡിസൈൻ ചെയ്യണോ? വേണ്ട. 1.8 ആൻഡ് 1.2. അപ്പോൾ 2 ആകുമ്പോഴാണ് നമ്മുടെ റീഡിസൈൻ ചെയ്യേണ്ടത്. അതായത് ടൗ വിയുടെ വാല്യൂ 2 ആണ്, അതേപോലെ ടൗ സിയുടെ വാല്യൂ നമ്മുടെ 1.8 ആണ്. സോ ഈ ഒരു കണ്ടീഷനിലാണ് നമുക്ക് റീഡിസൈനിങ് അല്ലെങ്കിൽ ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റ് ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യം. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഹോപ്പ്ഫുള്ളി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് കമൻറ്റ് ചെയ്യുക മനസ്സിലായില്ലെങ്കിൽ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ് കൺവേർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ കോഡൽ വാല്യൂ. ഞാൻ പറഞ്ഞ പോലെ കോഡിൽ RCC ഈസ് ഓൾ അബൌട്ട് കോഡ് കമ്പൽസറി ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, എല്ലാ വാല്യൂസും നമ്മൾ കോഡിൽ പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് അഗെയിൻസ്റ്റ് ഫ്ലക്ചർ, the maximum strain in the tension reinforcement at failure shall not be less than 0.002 plus Fy by ES and 0.002 plus Fy by 0.87 ES and 0.002 plus Fy by 1.15 ES. സോ ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതും കോഡൽ വാല്യൂ ആണ്, ബട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആൻസർ ആണ് ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ ഇത് ബൈ ഹാർട്ടായിട്ട് പഠിക്കണം, ബിക്കോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സാംസിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇവിടെ താഴെ 1.15 ആണോ 0.87 ആണോ എന്ന് കൺഫ്യൂഷൻ വരും. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് SB is the average bond stress on a bar of diameter D subjected to maximum stress T, the length of the embedment L is given by either statement. L is equal to dt by SB ആണോ, L is equal to dt by 2SB ആണോ, L is equal to dt by 3SB ആണോ, L is equal to
dt/4 ആണ്. സോ ഇതിൽ നമ്മൾ ബോണ്ട് സ്ട്രെങ്ത്, ആവറേജ് ബോണ്ട് സ്ട്രെങ്ത്തിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ജനറൽ റഫായിട്ട് നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, ഇതിൽ ബോണ്ട് സ്ട്രെങ്ത്തിൻ്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ കോൺക്രീറ്റിന് നമുക്ക് സെക്ഷൻ എടുത്തു, എന്നിട്ട് നമ്മുടെ ബാറിൻ്റെ സെക്ഷൻ എടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു വാല്യൂ ആണ്. ഇവിടെയാണ് ബോണ്ട് സ്ട്രെങ്ത് ഡെവലപ്പ് ആവുന്നത്. ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പി ആയിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത് അല്ലെങ്കിൽ ടൗ വിയുടെ വാല്യൂ ആണ്. ഓക്കെ, സോ ഇതിൽ നമ്മുടെ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഡെറിവേഷൻ ലൈറ്റായിട്ട് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്താണ്? ഇത് സിലിണ്ടറിക്കലാണ്, അല്ല ഏരിയ ഓഫ് ദ സർക്കിൾ, ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ പി ഈസ് ഈക്വലൻ ടു പൈ ആർ സ്ക്വയർ, 5/4 ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എന്താണ് സ്ട്രെസ് ഓഫ് സ്റ്റീൽ, അതായത് സിഗ്മ എസ് ടി. ഓക്കെ, അതേപോലെ ഇത് എന്തിൻ്റെ ഇക്വലൻ്റ് ആണ്? ഈ ഒരു ബോണ്ട് സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത്, ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ ഇക്വലൻ്റ് ആണ്. ഓക്കെ, ഇതാണ് എൽ ഡി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ലെങ്ത്. ഓക്കെ, പിന്നെ നമ്മുടെ എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഇതിൻ്റെ സ്ട്രെസ്സിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ നമ്മുടെ പോയിൻ്റ് ഓഫ് കൺസേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ടൗ വെച്ച് റിപ്രസെൻറ്റ് ചെയ്യാം സ്ട്രെസ്സിന്. ഓക്കെ, ബോണ്ട് സ്ട്രെസ്സിനെ ടൗ വെച്ച് റിപ്രസെൻറ്റ് ചെയ്യാം ഇൻറ്റു ത്രൂ ഔട്ട് ദ ലെങ്ത് എത്രയാണ്? എൽ ഡി. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എൽ ഡി ലെങ്ത് ആണ്. ഓക്കെ, ഇൻറ്റു 5 ഇൻറ്റു പൈ. അപ്പോൾ ഇത് രണ്ടും ഇക്വലൻ്റ് ആവണം. ഓക്കെ, സ്ട്രെങ്ത് ഇൻ ബോണ്ട്, ഇതിൽ നമ്മുടെ എന്താണ് ഇക്വേഷൻ? സ്ട്രെങ്ത് ഇൻ ബോണ്ട്, സ്ട്രെങ്ത് ഇൻ ബോണ്ട് ഈക്വൽസ് ടു സ്ട്രെങ്ത് ഇൻ ടെൻഷൻ, സ്ട്രെങ്ത് ഇൻ ടെൻഷൻ. ഓക്കെ, അത് രണ്ടും ഇക്വലൻ്റ് ആണെന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ ഈ ഒരു വാല്യൂവും ആൻഡ് ഈ ഒരു വാല്യൂവും ഇക്വലൻ്റ് ആവണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വൽ ചെയ്യുമ്പോൾ 5/4 ആർ സ്ക്വയർ. ഓക്കെ, സോ 5 സ്ക്വയർ, ഇത് 5 ഡി ആണ്, ഡി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡി ആണ് ഡയമീറ്റർ. ഓക്കെ, ഇൻറ്റു സിഗ്മ എസ് ടി, സ്ട്രെസ്സിൻ്റെ വാല്യൂ. നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൽ ഡിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എൽ ഡിയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ 5 ആൻഡ് ഈ സ്ക്വയർ വാല്യൂ ക്യാൻസൽ ആവും, അതേപോലെ ഈ പൈയും ക്യാൻസൽ ആവും. എൽ ഡിയുടെ വാല്യൂ എത്രയായിരിക്കും? ഇവിടെ ഈ സൈഡിൽ 5 ഉണ്ടായിരിക്കും, സിഗ്മ എസ് ടി ഉണ്ട്, അതേപോലെ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ടൗ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫോർമുല ഡിറൈവ് ചെയ്ത് കിട്ടിയത്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം, ഏത് ക്വസ്റ്റ്യൻ ആണ് ഏതാണ് മാച്ച് ആവുന്നതെന്ന്. ഓക്കെ, ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് ഓപ്ഷനാണ് മാച്ച് ആവുന്നത്? ഇതിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ അവർ റിപ്രസെൻറ്റേഷൻ മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയെല്ലാം ചേഞ്ച് ആണ്. ഓക്കെ, റിപ്രസെൻറ്റേഷൻ മാറ്റുമ്പോൾ ഇതിനെ റിപ്രസെൻറ്റ് ചെയ്തത് എങ്ങനെയാണ്? എൽ വെച്ചാണ്. ഓക്കെ, 5നെ റിപ്രസെൻറ്റ് ചെയ്തത് ഡി വെച്ച്. ഓക്കെ, പിന്നെ സിഗ്മ എസ് ടിനെ റിപ്രസെൻറ്റ് ചെയ്തത് ടി വെച്ച്. 4 ഇൻറ്റു ടൗവിനെ റിപ്രസെൻറ്റ് ചെയ്തത് ഏത് വെച്ചാണ്? എസ് ബി വെച്ച്. ഓക്കെ, സോ ഇത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം ഏതാണ് കറക്റ്റ് ഓപ്ഷൻ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ഓപ്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. സോ ഇങ്ങനെ ഡയറക്റ്റ് ജനറലി റിപ്രസെൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇതാണ് ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് അലോവബിൾ ബോണ്ട് സ്ട്രെസ് ഇൻ ഡിഫോംഡ് ബാർ ടു ദാറ്റ് ഓഫ് പ്ലെയിൻ ബാർ ഈസ് അബൌട്ട് 1.2 ആണോ, 1.3 ആണോ, 1.8 ആണോ, നൺ ഓഫ് ദീസ് ആണോ? സോ ഇതിൽ നമ്മുടെ നോക്കുകയാണെങ്കിൽ HYSD ബാർസിൽ നമ്മുടെ കൺസിഡർ ചെയ്യുമ്പോൾ HYSD ബാർസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 60% ആണ് കൺസിഡർ ചെയ്യുന്നത് ഇൻക്രീസ്. ഓക്കെ, മൈൽഡ് സ്റ്റീലിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.6 ആണ്. ഓക്കെ, 1.6 ഓപ്ഷനിലില്ല, നൺ ഓഫ് ദീസ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, HYSD ബാർസും പ്ലെയിൻ ബാർസിൻ്റെയും റേഷ്യോ ആണ് ചോദിക്കുന്നത്. സോ 60% ആണ് HYSDയുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1.6 ആണ് ആൻസർ.
ഓപ്ഷനിലൊന്നുമില്ല. സോ നൺ ഓഫ് ദീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആങ്കറേജ് വാല്യൂ ഓഫ് എ ഹുക്ക് ഈസ് അസ്യൂം ടു ബി 16 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ബാർ ഇഫ് ദ ആംഗിൾ ഓഫ് ബെൻഡ് ഈസ്. ആംഗിൾ ഓഫ് ദ ബെൻഡ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സോ ഇതിൽ ഓപ്ഷൻ 30 ഡിഗ്രി, 40 ഡിഗ്രി, 45 ഡിഗ്രി, ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഇതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ആഡ് ചെയ്യാം നമുക്ക് ഈ ഓപ്ഷൻ, അതായത് 180 ഡിഗ്രി. ഓക്കെ, 180 ഡിഗ്രി കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, the anchorage value in the question read the anchorage value of a hook is assumed 16 times the diameter of the bar. Okay, so ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് important point of concern എന്ന് പറഞ്ഞാൽ for every 45 ഡിഗ്രി നമ്മുടെ ഡിഗ്രി ചേഞ്ച് ആകുമ്പോൾ 45 ഡിഗ്രി ചേഞ്ച് ആകുമ്പോൾ ഹുക്കിൻ്റെ വാല്യൂ എത്രയാണ്? 4D ആണ്. ഓക്കെ, 4 into diameter. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരുന്നത്? 16 ടൈംസ് ഓഫ് ഡയമീറ്റർ വരുമ്പോൾ ആംഗിൾ എത്രയെന്നാണ് ചോദിച്ചിരുന്നത്. 16 ടൈംസ് ഓഫ് ഡയമീറ്റർ വരുമ്പോൾ ആംഗിൾ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ ഇതിനെ രണ്ടും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 4 into x. ഓക്കെ, 4 into x നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ 16.5 കിട്ടണം. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും. 16/4 എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും എക്സിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ 4നെ നമുക്ക് 45 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 into 45 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 into 45 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടും. ഓക്കെ, 180 നമുക്ക് ആൻസർ കിട്ടും. സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. സോ ഇതാണ് ഇ ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ 180 ഡിഗ്രിയാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ ആദ്യം നമ്മുടെ മെയിൻ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എവറി 45 ഡിഗ്രി 4 into ഡയമീറ്റർ ചേഞ്ച് ആകും. ഓക്കെ, അതേപോലെ നമുക്ക് 16 ഡിയിൽ കണ്ടുപിടിക്കുമ്പോൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി ചേഞ്ച് കിട്ടും. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The length of the lap in tension reinforcement should not be less than into times the bar diameter of actual tension. So actual tension the case ആണ് ചോദിച്ചിരുന്നത്. 18 times ആണോ, 24 times ആണോ, 30 times the diameter ആണോ, 36 times the diameter ആണോ? സോ ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് ദ ലാപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. സോ ടെൻഷനിലും 2 ടൈപ്സ് ഉണ്ട്. ഓക്കെ, ടെൻഷനിൽ നമ്മുടെ ഫ്ലക്ചറൽ ടെൻഷൻ ഉണ്ട്, ഡയറക്റ്റ് ടെൻഷൻ ഉണ്ട്. ഫ്ലക്ചറൽ ടെൻഷൻ ഉണ്ട്, ഡയറക്റ്റ് ടെൻഷൻ ഉണ്ട്. അതിൻ്റെ കാറ്റഗറി എന്തൊക്കെയാണ്, അതിൻ്റെ വാല്യൂ എന്തൊക്കെയാണ്? LD, ഫ്ലക്ചറൽ ടെൻഷൻ്റെ LD ആയിരിക്കും, അല്ലെങ്കിൽ 30 into 5, അല്ലെങ്കിൽ 30 into ഡയമീറ്റർ. ഓക്കെ, അതേപോലെ ഡയറക്റ്റ് ടെൻഷൻ്റെ വാല്യൂ എത്രയാണ്? 2 into LD or 30 times the diameter. ഓക്കെ, ഫ്ലക്ചറൽ ടെൻഷൻ ആയാലും അല്ലെങ്കിൽ ഡയറക്റ്റ് ടെൻഷൻ ആയാലും ഈ 30യുടെ വാല്യൂ സെയിം ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇതും കോഡൽ വാല്യൂ ആണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ചോദിച്ചുള്ളൂ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ എന്ന് പറഞ്ഞാൽ 13 times into ഡയമീറ്റർ. സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇതും കോഡൽ വാല്യൂ ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The length of the straight portion of the bar beyond the end of the hook. ഹുക്ക് കഴിഞ്ഞിട്ടുള്ള സ്ട്രേറ്റ് പോർഷനിൽ എത്രയാണ് അതിൻ്റെ ലെങ്ത്? ഷുഡ് ബി ലീസ്റ്റ് ട്വൈസ് ദ ഡയമീറ്റർ ആണോ, അതോ ത്രൈസ് ദ ഡയമീറ്റർ ആണോ, 4 times ഡയമീറ്റർ ആണോ, ഓർ നൺ ഓഫ് ദ എബവ് ആണോ? സോ എത്രയാണ്? ഇപ്പോൾ ഹുക്ക് ലെങ്ത് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഇതാണ് ലെങ്ത്. ഇതിൽ ഹുക്ക് പ്രോപ്പറായിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇത് കർവ് പോർഷൻ, ഇവിടെ ഒരു കർവ് പോർഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഹുക്കായിട്ട് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്ഷൻ സ്ട്രെയിറ്റ് ആയിരിക്കും. ഓക്കെ, ഈ സ്ട്രെയിറ്റ് പോർഷൻ എത്ര വരെ എക്സീഡ് ചെയ്യും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ഒരു സ്ട്രെയിറ്റ് പോർഷൻ എത്ര വരെ എക്സീഡ് ചെയ്യും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഈ ഒരു സ്ട്രെയിറ്റ് പോർഷൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4.5 ആണ്. 4 into ഡയമീറ്റർ, 4 times the ഡയമീറ്റർ. ഈ ഒരു സെക്ഷൻ വാല്യൂ, അതായത് ഹുക്ക് കഴിഞ്ഞാൽ ഉള്ള എക്സ്റ്റൻഷൻ, അതിനെ എന്താണ് പറയുന്നത്? ലെങ്ത് ഓഫ് ദ സ്ട്രെയിറ്റ് പോർഷൻ ഓഫ് ദ ബാർ ബിയോണ്ട് ദ എൻഡ് ഓഫ് ദ ഹുക്ക്. ഹുക്ക് കഴിഞ്ഞുള്ള എക്സ്റ്റൻഷൻ എത്രയായിരിക്കും വേണ്ടത്? 4 into ഡയമീറ്റർ, 4 times ഡയമീറ്റർ. സോ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. For M15 mixed concrete, according to IS specification, local bond stress is, so local bonds ഇതും കോഡൽ വാല്യൂ ആണ്. 5 kg ആണോ, 5 kg per centimeter square ആണോ, 10 kg per centimeter square ആണോ, 15 kg per centimeter square ആണോ, 20 kg per centimeter square ആണോ? സോ ആൻസർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി M50യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.6 ആണ്.
ഓക്കെ 0.6 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ പക്ഷെ നമ്മുടെ ഇതിൽ കെ ജി ആണ്, സോ ഇതിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.5 വരും. ഓക്കെ അതേപോലെ നമുക്ക് എല്ലാം കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഓൾറെഡി കൺവേർഷൻ നോക്കിയതായിരുന്നു. സോ ഇതിൻ്റെ ക്ലോസ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ആവറേജ് ബെൻഡിങ് സ്ട്രെസ് ഈസ് 6 kg per centimeter square for M15 grade concrete, the length embedment of bar of diameter D according to IS 456, the specification is 28D, 38D, 48D, 58D. ഓക്കെ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഫോർമുലയാണ്. ഓക്കെ നമ്മുടെ ആ ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ ലെങ്ത്ത് ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ഓഫ് എംബെഡ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ലെങ്ത്. ഓക്കെ 4 into tau. ഓക്കെ 4 into tau ചെയ്യണം. പിന്നെ ഡയറക്റ്റ് ഇതിൻ്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ സോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഗ്രേഡ് M15 ആണ്. ഓക്കെ നമ്മുടെ അതിൽ നമ്മൾ ഗ്രേഡ് എടുക്കുമ്പോൾ FE 250 എടുക്കണം. ഓക്കെ അപ്പോൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? സ്ട്രെസ്സിൻ്റെ വാല്യൂ 140 ആയിരിക്കും. അതായത് സിഗ്മ എസ് ടി എന്ന് പറഞ്ഞാൽ 140 ആയിരിക്കും. ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 140. ഓക്കെ 140 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദ ബാർസ് എത്രയാണ്? ഡയമീറ്റർ തന്നിട്ട് ഡയമീറ്റർ 5 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ സിഗ്മ 5 ഇൻറ്റു സിഗ്മ എസ് ടി. ഓക്കെ ഇതാണ് ജനറൽ ഫോർമുല. ഓക്കെ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ഇൻറ്റു 140 ബൈ 4 ഇൻറ്റു 6 kg ആണ്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.6 കിട്ടും. ഓക്കെ ഇതിനെ കൺവേർട്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ സോ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്യാൻസൽ ഔട്ട് ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ ഇൻ ടേംസ് ഓഫ് ഡി ഇത് 5 അല്ലെങ്കിൽ ഡി ടേംസിൽ റിപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ ഇൻ ടേംസ് ഓഫ് ഡി ചെയ്യുമ്പോൾ നമുക്ക് 58 പോയിൻറ്റ് സംതിങ് കിട്ടും, 58.53 സംതിങ് കിട്ടും. ഓക്കെ സോ അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ 58D ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ സോ ആൻസർ എന്ന് പറയുമ്പോൾ 58D ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ ഇതെല്ലാം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ RCC നമ്മുടെ ഫുള്ള് കോഡൽ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റ് ഫോർമുലയാണ് ചോദിക്കുന്നത് ജനറലി RCC. ഓക്കെ സോ ഇന്നത്തെ നിങ്ങൾക്ക് എൻ്റെ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, ബിക്കോസ് നിങ്ങളുടെ കമൻറ്റ് വളരെ വാല്യുബിൾ ആണ്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എൻ്റെ മെത്തഡോളജി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ പ്ലീസ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ സോ നമുക്ക് ബാക്കി സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അതുവരെയും പ്ലീസ് എൻ്റെ സെക്ഷൻ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് എ ലോട്ട്.